ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓപ്പോൻ്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ ഓപ്പോ K14X ആണ്. അപ്പോൾ കെ സീരീസ് ബഡ്ജറ്റിലും ഒരു മിഡ് റേഞ്ചിലൊക്കെ ഉള്ള ഒരു നല്ല സീരീസാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓപ്പോൻ്റെ K14X എന്ന് പറഞ്ഞാൽ വളരെ ബഡ്ജറ്റായ ചിപ്പാണ്, ഡിവൈസാണ്. എന്നാൽ അൾട്രാ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും ഇത്തവണ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഡിവൈസിൽ വരുന്നത്, ഈ ഡിവൈസിൻ്റെ പ്രൈസിങ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയാം. ക്യാമറ സാമ്പിൾസും പ്രോസസ്സറും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണ് നമ്മൾ വിശദമായി ഈ അൺബോക്സിങ്ങിൽ പറയാം. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓപ്പോ K14X ആദ്യം അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പ് ഇതിൻ്റെ പ്രൈസിങ് പറയുകയാണെങ്കിൽ 4/128 വേരിയൻറ്റിൻ്റെ വില 14,999 രൂപ, 6/128 GB വേരിയൻ്റെ വില 16,999 രൂപയാണ്. രണ്ടിനും തന്നെ 1,500 രൂപ കാർഡ് ഓഫറുണ്ട്. അപ്പോൾ ബേസ് വേരിയൻറ്റിൻ്റെ വില വിത്ത് കാർഡ് ഓഫേഴ്സ് 13,499 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് മറ്റേ ഹൈ എൻഡ് വേരിയൻറ്റിന്. അപ്പോൾ ആദ്യം നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം, വന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതാണ് ഓപ്പോ K14X 5Gൻ്റെ ബോക്സ് പാക്കേജ്. ഇവിടെ എഴുതിയത് കാണാം, 5G ഡിവൈസ് എഴുതി കാണാം. പിന്നെ 6500 ബാറ്ററിയാണ്, 45 വാട്ട് സൂപ്പർ വൂക്കാണ് വരുന്നത്. 5 ഇയർ ഡ്യൂറബിൾ ബാറ്ററി, MediaTek Dimensity 6300 ചിപ്പാണ്. 60 month ഫ്ലുവൻസി പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. 50+2 MP AI ക്യാമറയാണ് റിയറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കളർ പ്രിസം വയലറ്റ് എന്ന് പറഞ്ഞ കളറാണ്. 4/128 ആക്ച്വലി 4GB റാം 2026 എനിക്കറിയില്ല എത്രത്തോളം എഫക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു 6GB മിനിമം വേണ്ടതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. 4GB വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്ന് സ്ലോ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുക ഒബ്വിയസ്ലി 6GB റാം വാങ്ങാനേ ഉള്ളൂ. സാർ വാല്യൂ 1.13 ആണ്. ഹെഡ് സാറ് ബോഡി സാറ് 0.893 ആണ്. LTE ബാൻഡ്സ് 5G ബാൻഡ്സ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള 4/128 വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഓപ്പോൻ്റെ ചെറിയൊരു ബോക്സ് കാണാം. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു മാനുവലും അതേപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറൻറ്റി ഇൻഫർമേഷനുമാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഡീറ്റെയിൽസ് കാണാം. അതിനൊപ്പം തന്നെ നമുക്കൊരു കേസാണ്, ഓപ്പോൻ്റെ സ്റ്റാൻഡേർഡ് TPU കേസാണ്, കുഴപ്പമില്ലാത്ത ഒരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഫോണാണ്. അതുകൂടാണ്ട് ഒരു 45 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് വരുന്നത്, സൂപ്പർ ബുക്ക് 45 വാട്ട് അഡാപ്റ്റർ, USB Type-C ചാർജിങ് കേബിളും ഒരു സിം ഇജക്റ്റ് പിന്നുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോ K14X. അപ്പോൾ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേർപ്പിൾ കളറാണ്. ബാക്കിൽ നമുക്ക് കണ്ടില്ല ഒരു പാറ്റേൺ കാണാം, ഒരു നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. എഗെയിൻ ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്, എന്നാലും നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇവിടെ 50+2 MP AI ക്യാമറ ആണ്, LED ഫ്ലാഷ് ആണ്, ഫിനിഷാണ്, മാറ്റ് ഫിനിഷാണ്. പിന്നെ ഈ പാറ്റേണും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, കണ്ടില്ലേ, നല്ലൊരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറും അതേപോലെ തന്നെ പവർ ബട്ടനുമാണ്. ഇത് LCD ഡിസ്പ്ലേ ഉണ്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ അല്ല, ഇവിടെ പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ മോൾ ഭാഗത്ത് ഓപ്പൺ സ്ലോട്ട്സ് ഒന്നുമില്ല. ഇവിടെ സിം ട്രേ കാണാം. താഴത്ത് 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇനി നമുക്ക് പവർ ഓൺ ചെയ്താൽ നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു HD+ റെസൊല്യൂഷൻ IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. ബെസൽസ്, താഴത്തെ ബെസൽസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട്. ബഡ്ജറ്റ് ഡിവൈസ് ആണെങ്കിലും കണ്ടില്ലേ, കുറച്ചധികം ബെസൽസ് ഉണ്ട്. ഇവിടെ നമുക്ക് പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കിട്ടും. ഇതൊരു 14,000 റുപ്പീസാണ് ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ച് വരുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ HD+ ഡിസ്പ്ലേ, അതും LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഡൗൺ സൈഡ് ആയിട്ട് എനിക്ക് പറയാം. അതേപോലെ തന്നെ 4GB റാമേ ഉള്ളൂ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. മീഡിയാടെക്കിൻ്റെ Dimensity 6300 ചിപ്പാണ് വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാം, എബോവ് ആവറേജ് ക്വാളിറ്റി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ടച്ച് റെസ്പോൺസ് ഒക്കെ നല്ല, എന്നാലും കളേഴ്സ് അത്രയ്ക്ക് റിച്ച് അല്ല. ഒബിയസ്ലി HD+ IPS LCD പാനലാണ് വേണ്ടത് തന്നെ, കളേഴ്സ് അത്രയ്ക്ക് ഒരു റിച്ച് അല്ല. ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ. എഗെയിൻ ലാർജ് ഡിസ്പ്ലേ ആണ്, മൾട്ടിമീഡിയ ഒക്കെ കാണാൻ കുഴപ്പമില്ല. എന്നാലും AMOLED അല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് ഒരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് കളേഴ്സ് അല്ല വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഇഷ്യൂ പറയാവുന്നത്. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് എബൌട്ട് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ Android 15 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അതാണ് എനിക്ക് ഡൗട്ടായി തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഓപ്പോ സാധാരണ അവരെല്ലാ ഫോണിലും നല്ല അപ്ഡേറ്റ് സൈക്കിളും ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഒക്കെയാണ് വരാറ്. എന്നാൽ ഇവിടെ Android 15ഉം ColorOS 15 ആണ് വരുന്നത്. അതാണ് എനിക്കൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ColorOS 16 വേണ്ടതായിരുന്നു, അതേപോലെ തന്നെ Android 16ഉം വേണ്ടതായിരുന്നു. എന്നാൽ UI എക്സ്പീരിയൻസ് ഓക്കെ, ടിപ്പിക്കൽ UI എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ColorOSൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ ഉണ്ട്. ഇവിടെ ക്വിക്ക് ടോഗിൾസ് ഒക്കെ ഇട്ടില്ലേ, വളരെ
നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ പോയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഫ്ലക്സ് തീംസും ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് AMOLED ഡിസ്പ്ലേ അല്ലാത്തതുകൊണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒന്നും ഇല്ല. അത്യാവശ്യം ബേസിക് ഓപ്ഷൻസ് ഉണ്ട്, കുഴപ്പമില്ലാത്ത. എന്നാൽ ആൻഡ്രോയിഡ് 15 ഒക്കെ 16 വേണ്ടതായിരുന്നു. പിന്നെ ബ്ലോട്ട് വേസ് ഒരുപാടുണ്ട്, നമുക്കിത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ആകെയുള്ള ഒരു ആശ്വാസം. കണ്ടില്ലേ, ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്, ഒരുപാട് ഗെയിംസ് ആണ് കൂടുതലും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ അങ്ങനത്തെ ഒരുപാട് ആപ്സും പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ക്ലീൻ UI ആയിട്ട് കിട്ടും. അപ്പോൾ അതൊരു ബേസിക് തിങ് ആണ്. നമ്മൾ ഫോൺ വാങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ ബ്ലോട്ട് വേസ് ഒക്കെ എടുത്ത് തന്നില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഈ ആപ്സൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബ്ലോട്ട് വേസ് ഒക്കെ ഒന്ന് കളയണം, നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ UI എക്സ്പീരിയൻസ് ഓപ്പോ K14Xൻ്റെ ColorOS 15 ആൻഡ്രോയിഡ് 15. ഇനി നമുക്ക് അടുത്ത് പെർഫോമൻസിലേക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തു, സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറഞ്ഞു, ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വരാം. ഇതിനകത്ത് വരുന്നത് Dimensity 6300 ചിപ്പാണ് വരുന്നത്. എഗെയിൻ 4 and 6 GB റാം ആണ് വരുന്നത്. എഗെയിൻ വളരെ ബേസിക് ആയ ഒരു ചിപ്പാണ്. 6300 എന്ന് പറഞ്ഞാൽ എഗെയിൻ ബജറ്റ് പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു അത്യാവശ്യം ഡീസൻറ്റ് എൻട്രി ലെവൽ ചിപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ എഗെയിൻ ഇതിലും പവർഫുൾ ആയ Dimensity 7 സീരീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ എക്സ്പെക്ട് ചെയ്യാവുന്നുള്ളൂ. എഗെയിൻ ഞാൻ ഇവിടെ വീണ്ടും സജസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും 4 GB റാം വേരിയൻ്റ് എടുക്കരുത്, 6 GB റാമാണ് ഇത് എടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ഈവൻ ബഡ്ജറ്റ് ഡിവൈസസിൽ നമ്മൾ 6 GB റാം എടുത്തില്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അത് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ എടുക്കുമ്പോൾ ഒബ്വിയസ്ലി 6 GB റാം എടുക്കുക എന്നുള്ളത്. പിന്നെ 120 GB ആണ് രണ്ടിലും വരുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ പ്രോബ്ലം. എന്നാലും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ 6300 ഓക്കേഷ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാടൊന്നും എക്സ്പെക്ടേഷൻ വെക്കേണ്ട. എഗെയിൻ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസ് ഒന്നല്ല, എന്നാൽ ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ColorOS 16 ഇല്ല, അതായത് ആൻഡ്രോയിഡ് 16 ഇല്ല എന്നുള്ളത് വേറെ ഒരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒന്നും ഇത് ജസ്റ്റ് ഡീസൻറ്റ് പെർഫോമൻസേ ഉള്ളൂ. അതേപോലെ LPDDR4X റാം UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആസ്പെക്റ്റ് പറയുക. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ഇതിനകത്ത് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഒബ്വിയസ്ലി IPS LCD പാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ ഒബ്വിയസ്ലി സ്പീക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോണോ സ്പീക്കറാണ്. ബോട്ടം 5 സ്പീക്കർ മാത്രമേ ഉള്ളൂ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിനകത്ത് അവൈലബിൾ അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെർഫോമൻസ് കാര്യം പറയുന്നത്. ഇനി ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ 50 MP പ്രൈമറി ക്യാമറ, 2 MP ഡെപ്ത് സെൻസർ, പിന്നെ ഒരു 5 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50+2 പിന്നെ ആക്സെപ്റ്റബിൾ ആണ്, കുഴപ്പമില്ലാതെങ്കിൽ പറയാം. അൾട്രാ വൈഡ് ഇല്ലാത്ത ഒരുപാട് ഫോൺസ് ഉണ്ട്. അപ്പോൾ 50+2 ഓക്കെയാണ്. പക്ഷെ എന്നാൽ സെൽഫി ക്യാമറ 5 MP 2026 5 MP ക്യാമറ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യൂ? പേഴ്സണലി എൻ്റെ അഭിപ്രായം അതിലും ബെറ്റർ ക്യാമറ ഡെഫിനറ്റ്ലി വേണ്ടതാണ്. ഇവിടെ നമുക്ക് ഒരു 5 MP ക്യാമറയെ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ക്യാമറ സാമ്പിൾസ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എഗെയിൻ ഇതിനകത്ത് 1080p റെക്കോർഡിംഗേ ഉള്ളൂ, 4K ഇല്ല, 60 FPS ഒന്നുമില്ല. 1080p ബേസിക് 30 FPS റെക്കോർഡിംഗ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 6500 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ് ഉണ്ട്. അത് ഡെഫിനറ്റ്ലി നല്ലതാണ്. 45 വാട്ടേ ഉള്ളൂ എന്നുള്ളത് ഓക്കെയാണ്, ഞാൻ വീണ്ടും പറയണം, ഓക്കെയാണ്, കുഴപ്പമില്ല. 6500 mAh ഡെഫിനറ്റ്ലി നല്ല ബാറ്ററി ലൈഫ് കിട്ടും. കാരണം HD+ ഡിസ്പ്ലേ പവർ ചെയ്യുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി പവർ കൺസപ്ഷനും കുറവായിരിക്കും. നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബാറ്ററിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ K14X ൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ നല്ല ഡിസൈനാണ്, ഡെഫിനറ്റ്ലി നല്ലൊരു ഡിസൈൻ എക്സ്പീരിയൻസ് ആണ്. അതേപോലെ എന്താ പറയുക, അടിപൊളി ബാറ്ററി ലൈഫാണ് വരുന്നത്. 6500 mAh കപ്പാസിറ്റി ബാറ്ററി. അതേപോലെ നല്ലൊരു ചാർജിങ് സ്പീഡ്, ഡീസൻറ്റ് ചാർജിങ് സ്പീഡ്, ഒരു ഡിസൈനും കൊള്ളാം. അതേപോലെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ കൊള്ളാം. എന്നാൽ ഇതിൻ്റെ പോരായ്മ HD+ ഡിസ്പ്ലേ ഉള്ളൂ എന്നുള്ളതാണ് വലിയൊരു പോരായ്മ. അതേപോലെ തന്നെ 5 MP സെൽഫി ക്യാമറ ഉള്ളൂ എന്നുള്ള മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ നമുക്ക് ആൻഡ്രോയിഡ് 15 ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്നുള്ളൂ എന്നുള്ളത് മറ്റൊരു പോരായ്മ. അപ്പോൾ ഓവറോൾ ഓപ്പോ K14X നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ഡിവൈസ് വാല്യൂ ഫോർ മണിയാണോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എഗെയിൻ ഞാൻ വില പറയാം, 14,999 രൂപ, 16,999 രൂപ, 1,500 രൂപ രണ്ടിനും തന്നെ ക്യാഷ് ഓഫ് കാർഡ് ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 13,499 രൂപ കിട്ടും. അത് 4 GB റാം വേരിയൻ്റ് ആണ്. എഗെയിൻ ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും ഇതിൻ്റെ 6 GB റാം വേരിയൻ്റ് എടുക്കുകയാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ലാഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ K14Xൻ്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷനും. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.